അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരന്മാരുടെ മക്കളെ കല്യാണം കഴിക്കുന്നതിൽ വല്ല വിരോധവുമുണ്ടോ? എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? വഅലം അന്നഹു യജൂസു ലിൽ ഇൻസാനി യതസവ്വജ മിൻ ബിൻതി അമ്മി വബിൻതി ഖാലി വബിൻതി അമ്മതി വബിൻതി ഖാലതി കമാ ജാഅ ഫിൽ ഖുർആനിൽ കരീം വബനാതി അമ്മിക വബനാതി അമ്മാതിക വബനാതി ഖാലിക വബനാതി ഖാലാതിക. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനം ഇതിലേക്ക് സൂചന നൽകുന്നുണ്ട്. അഥവാ ഉപ്പയുടെയോ ഉമ്മയുടെയോ സഹോദരന്മാരുടെ മക്കളെ വിവാഹം ചെയ്യുന്നതിൽ യാതൊരുവിധ വിരോധവുമില്ല. കാരണം അവർ മഹ്റമുകളിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ മുലകുടി ബന്ധത്തിലൂടെ മഹ്റമിയത്ത് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരപ്പെടുകയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി കാണാവുന്നതാണ്. അതിനാൽ തന്നെ ഇബ്നത്ത് ഖാലിക് ഔ ഇബ്നത്ത് ഖാലതിക് ലാ തുഅദ് മിനൽ മഹാരിം ബിന്നിസ്ബതി ലക്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർ മഹറുമായി പരിഗണിക്കപ്പെടുന്നില്ല. അമ്മാവന്റെയോ അതുപോലെ തന്നെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെയോ അനുജത്തിമാരുടെയോ പെൺകുട്ടികൾ മഹറുമുകളായി പരിഗണിക്കുകയില്ല. فيجري عليها ما يجري على غيرها من النساء الأجنبيات من الأحكام ومن ضمنها جواز الزواج منها. അതിനാൽ തന്നെ അന്യ സ്ത്രീകളെ പോലെയാണ് അവർ. അവരെ വിവാഹം കഴിക്കുന്നതിൽ വിരോധമില്ല. എന്നാൽ മുലകടി ബന്ധം ഇരുവർക്കുമിടയിലും സ്ഥാപിതമാവുകയാണെങ്കിൽ സ്ഥിരപ്പെടുകയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കാനും പാടില്ല എന്നുള്ളതാണ് പണ്ഡിതാഭിപ്രായങ്ങളും പ്രമാണങ്ങളും.